4 പേരെ കാണാതായി എന്നൊരു വിവരം കൂടെ ഇപ്പോൾ ലഭിച്ചതായിട്ട് കാണുന്നുണ്ട്. സഹിൻ ആന്റണി ആ വിവരങ്ങൾ നൽകുമായിരിക്കും. 5 പേർക്ക് പരിക്കേറ്റു. സഹിൻ, പുതിയ വിവരങ്ങൾ ലഭിക്കുന്നത് എന്താണ്? സനീഷ, പുതിയ വിവരമനുസരിച്ച് 22 ക്രൂവിൽ 18 ക്രൂവാസ് അവർ 18 പേരാണ് കപ്പലിൽ നിന്നും ഷിപ്പിൽ നിന്നും ഇപ്പോൾ ബോട്ടിലുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ 4 പേരെ കാണാതായിട്ടുണ്ട്. അവർ കടലിലേക്ക് ചാടിയിരിക്കാമെന്നുള്ളൊരു നിഗമനമാണ് എന്തായാലും ഉള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ, സനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ, ഈ ഇന്ത്യൻ നാവികസേനയുടെ PRO അവരുടെ ഒഫീഷ്യൽ സൈറ്റിലാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കടലിൽ നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നാവികസേനയോ അല്ലെങ്കിൽ കോസ്റ്റ് ഗാർഡോ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകേണ്ടതാണ്. അവരാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റൊരു വിവരം ഇപ്പോൾ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുകയില്ല. എത്രയും പെട്ടെന്ന് ഇവരെ രക്ഷപ്പെടുത്തി ഈ ജീവനക്കാരെ നമ്മുടെ നാട്ടിലേക്ക്, കൊച്ചിയിലേക്കും കോഴിക്കോടേക്കും കൊണ്ടുവരാൻ വേണ്ടിയുള്ള രക്ഷാ ദൗത്യം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിവേഗത്തിൽ സനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ശക്തമായ തീയാണ് കപ്പലിലുള്ളത്. കാര്യമായി മധ്യഭാഗത്ത് തന്നെ തീ പിടിച്ചിരിക്കുന്നു. കപ്പലിൽ തീ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇന്ത്യൻ നാവികസേന അവരുടെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സനീഷ്, ഇവിടെ സഹിനെ PRO ഡിഫൻസ് ഓഫ് ദ 22 ക്രൂ 18 ക്രൂ ഹാവ് അബാൻഡൻ ദ ഷിപ്പ് ഓൺ ബോട്ട്. അവർ രക്ഷപ്പെട്ടു, ബോട്ടിൽ ഇറക്കിയിൽ തന്നെ രക്ഷപ്പെടാൻ പറ്റിയെന്നല്ലേ പറയുന്നത്. 22 പേരെ ആകെ ഉള്ളൂ എന്നല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ നമ്മൾ 40 പേരെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ നേവി നൽകുന്ന വിവരങ്ങളനുസരിച്ച് 22 പേരാണ് ആകെയുള്ളത് അല്ലേ? തീർച്ചയായിട്ടും സനീഷ്, 40 പേരെന്നുള്ള വിവരമായിരുന്നു ആദ്യം നൽകിയിരുന്നത്. പക്ഷേ നമ്മൾക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇപ്പോൾ 22 പേരാണ് ഇന്ത്യൻ നാവികസേന നൽകുന്ന വിവരം അനുസരിച്ചുള്ളത്. അതിൽ തന്നെ 18 പേരെ ബോട്ടിൽ മാറ്റിയിരിക്കുന്നു. അവരെ 18 പേരെ സുരക്ഷിതരാക്കി മാറ്റിയിരിക്കുന്നു. 4 പേരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ 4 പേർക്ക് വേണ്ടിയുള്ള ഒരു തിരച്ചിൽ നടത്തണം. ഒപ്പം തന്നെ ഷിപ്പിലുള്ള നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയുന്നു, കാര്യമായി കത്തുകയാണ്. തീ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. അതും ഡോണിയർ വിമാനങ്ങളിൽ നിന്ന് പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ കൃത്യമായി തന്നെ കാണാം ഷിപ്പിന് തീ പിടിച്ചിരിക്കുന്നു. മധ്യഭാഗത്ത് തീ പിടിച്ചിരിക്കുന്നു. 670 കണ്ടെയ്നറുകളുള്ള ഷിപ്പിൽ 50ഓളം കണ്ടെയ്നറുകൾ വെള്ളത്തിലേക്ക് വീണ് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വിവരമാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അവരുടെ രക്ഷാസേന അവരുടെ ദൗത്യം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അതിവേഗത്തിൽ ഈ ജീവനക്കാരെ കരയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് സനീഷ് അവശേഷിക്കുന്നത്. അതിനകത്ത് ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യമുള്ളത്, ഈ 18 പേരെ രക്ഷപ്പെടുത്താനായിട്ടുണ്ട് നേവിക്ക് എന്നാണ്. രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്ന വിവരം നാവികസേന അറിയിക്കുന്നുണ്ട്. ജീവനക്കാരെ രക്ഷിച്ചെന്ന് നേവി അറിയിക്കുന്നുണ്ട്. 18 പേരെ രക്ഷപ്പെടുത്താനായി, 4 പേരെ പക്ഷേ കാണാതായി എന്നത് അങ്ങേയറ്റം ആശങ്കാകരമായിട്ടുള്ള ഒരു സാഹചര്യമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. 4 പേരെ കാണാതായിട്ടുണ്ട്. വലിയ തീപിടുത്തമാണ് ഉണ്ടായത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ രക്ഷപ്പെട്ട് കൊണ്ടുവരുന്ന 18 പേരിൽ 5 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന വിവരം കൂടെ നാവികസേനയുടെ ഭാഗത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട്. സഹിൻ ആന്റണി അക്കാര്യം കൂടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതായാലും ഇപ്പോഴും തീ പടർന്നുകൊണ്ടിരിക്കുകയാണ്. തീ അണയ്ക്കാനുള്ള കാര്യങ്ങളിലേക്ക് എനിക്ക് തോന്നുന്നു നാവികസേനയും കോസ്റ്റ് ഗാർഡും മറ്റ് സംവിധാനങ്ങളും അവർക്കിതുവരെ കടക്കാൻ സാധിച്ചിട്ടില്ല. ആദ്യത്തേതും പ്രധാനപ്പെട്ടതുമായുള്ള ദൗത്യം അവർ ഉടനടി നടപ്പാക്കിയിട്ടുണ്ട്. 18 പേരെ, ആകെ 22 പേരാണ് ഉണ്ടായിരുന്നത്. നമ്മൾ നേരത്തെ 40 പേരെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ 22 പേരാണ് ആകെ ഉണ്ടായിരുന്നത്. അതിൽ 18 പേരെ രക്ഷപ്പെടുത്താൻ നാവികസേനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അവരുടെ ബോട്ടിൽ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ 4 പേരെ കാണാനില്ല എന്നത് അങ്ങേയറ്റം ദുഃഖകരവും ആശങ്കാകരവുമായിട്ടുള്ള സാഹചര്യമാണ്. ഏതായാലും നമ്മൾക്ക് കാണാം ഈ ദൃശ്യങ്ങളിൽ നാവികസേന അല്പം മുമ്പ് പുറത്തുവിട്ടിരിക്കുന്ന അവരുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെ പുറത്തുവിട്ടിരിക്കുന്ന ഈ ദൃശ്യങ്ങളിൽ അത് എത്രത്തോളം ഭീമാകാരമായിട്ടുള്ള ഒരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത് എന്നത് നമുക്ക് വ്യക്തമാണ്. സഹിൻ, ഒന്ന് സമഗ്രമായിട്ട് മുഴുവൻ വിവരങ്ങളും ഒന്നുകൂടെ റിപ്പോർട്ട് ചെയ്യാമോ? സനീഷ, ഇന്ന് രാവിലെ 10:30 കൂടിയാണ് ഇന്ത്യൻ നാവികസേനയ്ക്കും ഒപ്പം തന്നെ തീരസംരക്ഷണ സേനയ്ക്കും ഒരു അറിയിപ്പെത്തുന്നത്. ആ അറിയിപ്പ് ഇങ്ങനെയായിരുന്നു: കോഴിക്കോടിനും കണ്ണൂരിനും ഇടയിൽ 50 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച ഒരു കപ്പലിന് തീ പിടിച്ചിരിക്കുന്നു. പിന്നീടാണ് മനസ്സിലാകുന്നത് ഇത് സിംഗപ്പൂർ രജിസ്ട്രേഷനുള്ള വാൻഹായ് 503 എന്ന് പറയുന്ന കപ്പലാണെന്ന്. ആ കപ്പലിന് തീ പിടിച്ചു എന്നുള്ള വിവരം ലഭിക്കുന്നു. ഇതോടുകൂടി തന്നെ ഇന്ത്യൻ നാവികസേനയുടെ INS സൂറത്ത് കൂടാതെ ഡോണിയർ വിമാനങ്ങൾ 11 മണിയോടുകൂടി ഈ തീരത്തേക്ക് പുറപ്പെടുകയാണ്. കപ്പലിൽ 40 പേരുണ്ടെന്നുള്ള വിവരങ്ങളായിരുന്നു ആദ്യം ലഭിച്ചിരുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ 22 പേരെ കപ്പലിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 670 കണ്ടെയ്നറുകളായിരുന്നു ഈ കപ്പലിൽ ഉണ്ടായിരുന്നത്. ഇതൊരു മദർഷിപ്പായിരുന്നു. 1000 നീളമുള്ള ഒരു മദർഷിപ്പായിരുന്നു ഇത്. ഈ കപ്പലിന്റെ മധ്യഭാഗത്താണ് തീപിടുത്തമുണ്ടായത്. ഇപ്പോൾ INS സൂറത്ത് അടക്കമുള്ള കപ്പലുകൾ ഈ പറയുന്ന തീപിടിച്ച കപ്പലിന് സമീപത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യൻ നാവികസേന അവരുടെ രക്ഷാപ്രവർത്തനം
രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. 50ഓളം കണ്ടെയ്നറുകൾ കപ്പലിൽ നിന്നും കടലിലേക്ക് വീണിട്ടുണ്ട്. ഏതാനും ചില ജീവനക്കാർ കടലിലേക്ക് ചാടിയിട്ടുമുണ്ട്. ഇതിൽ 18 പേരെ രക്ഷപ്പെടുത്തി ഒരു ബോട്ടിൽ കയറ്റി അവരെ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ തന്നെ 5 പേർക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം കൂടി ലഭിക്കുന്നു. 4 പേരെ കാണാനില്ല. ആ 4 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ തീ മധ്യഭാഗത്താണ് തീ പിടിച്ചിരിക്കുന്നത്. ഈ തീ അണയ്ക്കുന്നതിനുള്ള ശ്രമവും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് സനീഷ്.